മെയ് മാസത്തിൽ തിയേറ്ററുകളിലും ഡിജിറ്റലായിട്ടും റിലീസാകുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. പക്ഷേ ഓർക്കുക, മിക്ക സിനിമകളുടെയും റിലീസ് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് അത് വളരെ കൂടുതലുമാണ്. ഇന്ന് അതായത് ഏപ്രിൽ 30 വൈകിട്ട് വരെ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള വീഡിയോ ആണിത്. സോ 30 അപ്കമിംഗ് മൂവീസ് ആൻഡ് സീരീസ് റിലീസിംഗ് ഇൻ മെയ് 2026. മെയ് 1 തന്നെ കുറച്ച് റിലീസുകളുണ്ട്. 1 ഈ മാസത്തെ ഏറ്റവും വലിയ മലയാളം റിലീസായിട്ടുള്ള പേട്രിയറ്റ് റിലീസ് ആവുന്നത്. 18 വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും മമ്മൂക്കായും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത്. മഹേഷ് നാരായണനാണ് ഇതിന്റെ രചനയും സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ബിഗംസിനെ കൂടാതെ ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി അങ്ങനെ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. സുഷിൻ ശ്യാമാണ് ഈ പടത്തിന്റെ മ്യൂസിക്. ഇതൊരു സ്പൈ ആക്ഷൻ ത്രില്ലർ പടമാണെന്നാണ് സൂചന. എന്തായാലും ഈ മാസത്തെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ബാക്കി പടം കണ്ടതിന് ശേഷം നാളെ, അതായത് ഇന്ന് ഏപ്രിൽ 1 പറയാം. പിന്നെ ഇംഗ്ലീഷ് കോമഡി ഡ്രാമ ദ ഡെവിൾ വിയേഴ്സ് പ്രാഡ 2ഉം ഹിന്ദി റൊമാന്റിക് ഡ്രാമ സായി പല്ലവി, ജുനൈദ് ഖാൻ ഒക്കെ അഭിനയിച്ച ഏക് ദിനും 1 തന്നെ റിലീസ് ആവുന്നുണ്ട്. ഇതുകൂടാതെ ഗ്ലോറി എന്നൊരു ഹിന്ദി സ്പോർട്സ് ഡ്രാമ സീരീസും നെറ്റ്ഫ്ലിക്സിൽ 1 റിലീസ് ആവും. ഇംഗ്ലീഷ് ആക്ഷൻ സീരീസ് സിറ്റാഡൽ സീസൺ 2 മെയ് 6 പ്രൈം വീഡിയോയിൽ റിലീസ് ആവുന്നുണ്ട്. മെയ് 7 നെറ്റ്ഫ്ലിക്സിൽ ദ ചെസ്നട്ട് മാന്റെ സീസൺ 2 റിലീസ് ആവുന്നുണ്ട്. എനിക്ക് ഇതിന്റെ ഫസ്റ്റ് സീസൺ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സീരീസ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ആ സീരീസിന്റെ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ കിടിലനായിട്ടുള്ള ഒരു സീരീസ് ആണ്. ത്രില്ലർ സീരീസ് ഇഷ്ടപ്പെടുന്നവര് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണെന്ന് ഞാൻ പറയും. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിന്റെ സെക്കൻഡ് സീസൺ ആണ് 7 വരുന്നത്. അന്ന് തന്നെ കൃഷ്ണാവതാരം എന്ന ഒരു ഹിന്ദി ഡിവോഷണൽ സിനിമയും തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. മെയ് 8 ദൃഢം എന്നൊരു മലയാളം ത്രില്ലർ പടം റിലീസ് ആവുന്നുണ്ട്. ഷെയ്ൻ നിഗമാണ് ഇതിലെ നായകനായിട്ട് വരുന്നത്. പുള്ളി ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് ഈ സിനിമയിൽ എത്തുന്നത്. മാർട്ടിൻ ജോസഫാണ് സംവിധായകൻ. ജിത്തു ജോസഫും ഇതിന്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പ്രതീക്ഷയ്ക്കുള്ള ഒരു സിനിമ കൂടിയാണ് ഇത്. മെയ് 8 ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് എന്നൊരു ഇംഗ്ലീഷ് പടം റിലീസ് ആവുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ആടുകൾ ചേർന്നിട്ട് ഒരു മർഡറിന്റെ അന്വേഷണം നടത്തുന്നതാണ്. ഞാൻ ഈ മാസം എന്തായാലും കാണണമെന്ന് വിചാരിക്കുന്ന ഇംഗ്ലീഷ് പടങ്ങളിലൊന്നാണിത്. ഇതുകൂടാതെ മോർട്ടൽ കോംബാറ്റിന്റെ സെക്കൻഡ് പാർട്ടും മെയ് 8 തിയേറ്ററുകളിൽ തന്നെ റിലീസ് ആവുന്നുണ്ട്. 2021 ഇറങ്ങിയ സിനിമയുടെ സെക്കൻഡ് പാർട്ടാണിത്. മൊത്തം ഈ ഫിലിം ഫ്രാഞ്ചൈസിലെ 4ാമത്തെ സിനിമയുമാണ്. ഇനി ഇതുകൂടാതെ ശ്രീനാഥ് ബാസിയുടെ കറക്കം, സുരേഷ് ഗോപിയുടെ മോന്റെ അംഗം അട്ടഹാസം, പിന്നെ ഡോസ് എന്നിങ്ങനെ 3 മലയാളം പടങ്ങളും 8 തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. മാർവലിന്റെ ദ പണീഷർ 1 ലാസ്റ്റ് കിൽ എന്നൊരു വെബ് സീരീസ് 12 ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ആവുന്നുണ്ട്. ഇനി 14 2 മെയിൻ റിലീസുകളുണ്ട്. അതിലൊന്നാമത് സൂര്യയുടെ കറുപ്പ് മൂവിയാണ്. RJ ബാലാജി സംവിധാനം ചെയ്യുന്ന പടമാണ്. തൃഷയാണ് ഈ സിനിമയിലെ നായിക. സൂര്യയുടെ ഒരു ശക്തമായ തിരിച്ചുവരവായിരിക്കും ഇത് എന്ന് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിലീസ് കൂടിയാണ്. സായി അഭ്യങ്കറാണ് ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അന്ന് തന്നെയാണ് മലയാളം സിനിമ റിലീസ് ആവുന്നത്. അരുൺ അനിരുദ്ധനാണ് ഇതിന്റെ സംവിധായകൻ. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനി ശ്രീനിവാസൻ തുടങ്ങിയവർ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. കൂടാതെ റിയ ഷിബു, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിഹാബ് എന്നിവരും പടത്തിലുണ്ട്. ആക്ഷൻ കോമഡിയാണ്. ഈ മാസത്തെ മറ്റൊരു പ്രതീക്ഷയുള്ള ഒരു മലയാളം റിലീസ് കൂടിയാണ്. ഇനി 15 കുറച്ച് റിലീസുകളുണ്ട്. ഇംഗ്ലീഷ് ഹൊറർ സിനിമ ഹൊക്കും, പിന്നെ ഗെയ്റിച്ച് സംവിധാനം ചെയ്ത ആക്ഷൻ കോമഡി ഇൻ ദ ഗ്രേവ് സ്റ്റാറിംഗ് ജേക്ക് ജിലൻഹാൾ, ഹെൻറി കാവിലൊക്കെയാണ്. ഈ സിനിമയും പ്രതീക്ഷയുള്ള ഒരു പടമാണ്. ഇത് ഇന്ത്യയിൽ റിലീസ് ആവോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ സാമന്തയുടെ മാ ഇന്ത്യ ബംഗാരം എന്ന തെലുഗു ആക്ഷൻ പടവും മെയ് 15 റിലീസ്. പിന്നെ 2 റൊമാന്റിക് കോമഡി, ആയുഷ്മാൻ ഖുറാനയുടെ പതി പത്നി ഓർ വോ ദോ, തമിഴിൽ നിന്നും സെപ്റ്റംബർ മാറുത് വാനിലെ, ഈ 2 പടങ്ങളും തിയേറ്റർ റിലീസ് ഉണ്ട്. കൂടാതെ ബെർലിൻ സീരീസിന്റെ പുതിയ സീസണും സൈഫ് അലി ഖാൻ അഭിനയിച്ച കർത്തവ്യ എന്നൊരു ഹിന്ദി പടവും നെറ്റ്ഫ്ലിക്സിലും എക്സാം എന്നൊരു തമിഴ് സീരീസ് പ്രൈം വീഡിയോയിലും മെയ് 15 തന്നെ റിലീസ് ആവുന്നുണ്ട്. ഇനി ഈ മാസത്തെ മറ്റൊരു വമ്പൻ റിലീസായ മലയാളികൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലാലേട്ടന്റെ ദൃശ്യം 3 മെയ് 21 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നത്. ദൃശ്യം ഫ്രാഞ്ചൈസിലെ 3ാമത്തെ സിനിമയാണിത്. ജിത്തു ജോസഫാണ് രചനയും സംവിധാനം നിർവഹിക്കുന്നത്. ഇതിൽ മീന, ആശാ ശരത്, അൻസിബ ഹസൻ, സിദ്ദിഖ്, സായി കുമാർ, മുരളി ഗോപി അങ്ങനെ വലിയൊരു താരനിര അണിനിരക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അനിൽ ജോൺസൺ ആണ് ഇതിന്റെ മ്യൂസിക്. എന്തായാലും ഈ മാസത്തെ ഞാൻ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. ദ ബോറോസ് എന്നൊരു ഹൊറർ സീരീസ് 21 തന്നെ നെറ്റ്ഫ്ലിക്സിലും റിലീസ് ആവുന്നുണ്ട്. മെയ് 22 സ്റ്റാർ വാർസിന്റെ പുതിയ സിനിമ സ്റ്റാർ വാർസ് ദ മാൻഡലോറിയൻ ആൻഡ് ഗ്രോഗു 22 തന്നെ റിലീസ് ആവുന്നുണ്ട്. അന്ന് തന്നെ ചാന്ദ് മേരാദിൽ എന്നൊരു ഹിന്ദി റോംകോം തിയേറ്ററുകളിലും ലേഡീസ് ഫസ്റ്റ് എന്നൊരു ഇംഗ്ലീഷ് റോംകോം നെറ്റ്ഫ്ലിക്സിലും റിലീസ് ആവുന്നുണ്ട്. ഇനി 27 നിക്കോളാസ് കേജിന്റെ സൂപ്പർ ഹീറോ ആക്ഷൻ സീരീസ് ആയ സ്പൈഡർ നുവാർ ആമസോൺ പ്രൈം വീഡിയോയിൽ റിലീസ് ആവുന്നുണ്ട്. ഇതിന് 2 വേർഷൻ ഉണ്ടായിരിക്കും. ഒന്ന് കളറിലും ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും.
നൈസ് അല്ലേ? അന്ന് തന്നെ എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ സീരീസിന്റെ സീസൺ 2 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട്. മലയാളം ആക്ഷൻ പടമായ കാട്ടാളൻ മെയ് 28-നാണ് റിലീസ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ആദ്യം മെയ് 14-നായിരുന്നു പറഞ്ഞിരുന്നത്. എന്തായാലും കറക്റ്റ് ഡേറ്റ് അറിയണമെങ്കിൽ മെയ് 1-ന്, അതായത് ഇന്ന് പേട്രിയറ്റ് സിനിമയുടെ ഒപ്പം റിലീസ് ആവുന്ന ട്രെയിലറിൽ നിന്ന് അറിയാൻ പറ്റുകയുള്ളൂ. എന്തായാലും മെയ് 28-നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആന്റണി വർഗീസ് പെപ്പെ നായകനാവുന്ന പടത്തില് തുഷാര വിജയൻ, ജഗദീഷ്, സുനിൽ, കബീർ ദുഹാൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ വരുന്നുണ്ട്. പോൾ ജോർജ് ആണ് സംവിധാനം. രവി ബസ്രൂറും അജനീഷ് ലോക്നാഥുമാണ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇനി 29-ാം തീയതി കുറച്ച് ഇംഗ്ലീഷ് പടങ്ങൾ വരുന്നുണ്ട്. ത്രില്ലർ പടമായിട്ടുള്ള ട്യൂണർ, അതുപോലെ ഹൊറർ ത്രില്ലറായ ഒബ്സഷൻ, പാസഞ്ചർ എന്നീ സിനിമകൾ ഇന്ത്യയിൽ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഇതുകൂടാതെ A24ന്റെ ബാക്ക് റൂംസ് എന്നൊരു സൈഫൈ ഹൊറർ പടവും 29-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. പക്ഷേ ഇത് ഇന്ത്യയിൽ റിലീസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇനി ഇതുകൂടാതെ വിജയുടെ ജനനായകനും മെയിൽ തന്നെ റിലീസ് ആകുമെന്നൊരു ശ്രുതിയുണ്ട്. ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഷാജി കൈലാസ്, ജോജു ജോർജ് ടീമിന്റെ ആക്ഷൻ പടം വരവും മെയിൽ തന്നെ റിലീസ് ആകും എന്നാണ് കേട്ടത്. അതിന്റെ കറക്റ്റ് ഡേറ്റ് നാളെ അല്ല, ഇന്ന് മെയ് 1-ന് രാവിലെ 10 മണിക്ക് ട്രെയിലർ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ അറിയാമെന്ന് വിചാരിക്കുന്നു. മിക്കവാറും മെയ് പകുതിയോ അല്ലെങ്കിൽ ലാസ്റ്റോ ആയിരിക്കും എന്നാണ് കരുതുന്നത്. നസ്ലിന്റെ മോളിവുഡ് ടൈംസ് എന്ന സിനിമ മെയ് 14-നായിരുന്നു ആദ്യം റിലീസ് ചെയ്യാനിരുന്നത്. പക്ഷേ അതിപ്പോ ജൂൺ 5-ലേക്ക് റിലീസ് ഡേറ്റ് നീട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മെയ് മാസത്തിൽ റിലീസ് ആവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. ഇതിൽ ഏത് സിനിമ അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ ഞാൻ ഏതെങ്കിലും പടം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ശരി എന്നാ.